ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ലെസന് ഇൻ ദി ആറ്റക് എന്ന സ്റ്റോറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീഡിയോയിൽ AI വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. While we read, question A. What was the officer's attitude to Spillman? സ്പിൽമാനോടുള്ള ഉദ്യോഗസ്ഥന്റെ മനോഭാവം എന്തായിരുന്നു? Answer. The officer was kind and did not want to harm Spillman. ദയാവായ്പുള്ള ഓഫീസർക്ക് സ്പിൽമാനെ ഉപദ്രവിക്കാൻ തോന്നിയില്ല. He helped him hide and brought him food. അയാൾ സ്പിൽമാനെ ഒളിക്കാൻ സഹായിക്കുകയും ഭക്ഷണം കൊണ്ടുവന്ന് നൽകുകയും ചെയ്തു. Question B. Why do you think the officer asked Spillman to play the piano? ഓഫീസർ സ്പിൽമാനോട് പിയാനോ വായിക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? Answer. He wanted to see if Spillman was truly a pianist. സ്പിൽമാൻ യഥാർത്ഥത്തിൽ ഒരു പിയാനിസ്റ്റാണോ എന്നറിയാൻ അയാൾ ആഗ്രഹിച്ചു. It was also a way to connect with him through music. സംഗീതത്തിലൂടെ അദ്ദേഹവുമായി അടുക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത്. Question C. Why was Spillman hesitant to play the piano? സ്പിൽമാൻ പിയാനോ വായിക്കാൻ മടിച്ചത് എന്തുകൊണ്ടാണ്? Answer. He was afraid of being discovered. താന് പിടിക്കപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. Also, he hadn't played for a long time and was unsure if he could. കൂടാതെ അദ്ദേഹം വളരെക്കാലമായി പിയാനോ വായിക്കാറില്ലായിരുന്നു. തനിക്കതിന് കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. Question D. How does the officer help Spillman? ഓഫീസർ സ്പിൽമാനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? Answer. The officer gave him food, a hiding place in the loft, and a warm coat. ഓഫീസർ സ്പിൽമാനോട് ലോഫ്റ്റിൽ ഒളിക്കാന് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം, ഒരു ചൂടുള്ള കോട്ട് എന്നിവ എത്തിച്ചുകൊടുക്കുകയും ചെയ്തു. He also kept his presence a secret. കൂടാതെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. Question E. What was the officer ashamed of? ഓഫീസർക്ക് എന്തിനെക്കുറിച്ചാണ് ലജ്ജ തോന്നിയത്? Answer. He was ashamed of being German because of what his country had done during the war. യുദ്ധസമയത്ത് തന്റെ രാജ്യം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാരണം ഒരു ജർമ്മൻകാരന് എന്ന നിലയിൽ അദ്ദേഹം ലജ്ജിച്ചു. Question F. Just hang on a few more weeks. The war will be over by spring at the latest. കുറച്ച് ആഴ്ചകൾ കൂടി കാത്തിരിക്കൂ, വസന്തകാലത്തോടെ ഈ യുദ്ധം അവസാനിക്കും. What is surprising about this statement? ഈ പ്രസ്താവനയിൽ എന്താണ് അതിശയിപ്പിക്കുന്നതായിട്ടുള്ളത്? Answer. It's surprising because a German officer is giving hope to a Jewish man. ഈ വാക്കുകളിലൂടെ ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥൻ ഒരു ജൂതന് പ്രതീക്ഷ നൽകുന്നതിനാൽ ഇത് അതിശയകരമാണ്. He wants Spillman to survive even though they are supposed to be enemies. പരസ്പരം ശത്രുക്കളായിരിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും സ്പിൽമാൻ അതിജീവിക്കണമെന്ന് ഓഫീസറെ ആഗ്രഹിക്കുന്നു. Question G. What does the conversation between the officer and Spillman reveal about the bond between them? ഓഫീസറും സ്പിൽമാനും തമ്മിലുള്ള സംഭാഷണത്തില് അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്? Answer. It shows mutual respect and trust. ഈ സംഭാഷണം അവര് തമ്മിലുള്ള പരസ്പര ബഹുമാനവും വിശ്വാസവും കാണിക്കുന്നു. Even though they were from different sides, they treated each other like human beings. അവർ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നിട്ടും അവർ പരസ്പരം മനുഷ്യരെപ്പോലെ പെരുമാറി. Question H. Why was there less artillery fire after a few weeks? കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വെടിവെപ്പ് കുറയാന് കാരണമെന്തായിരുന്നു? Answer. There was less artillery fire because the war was coming to an end. യുദ്ധം അവസാനിക്കാൻ പോകുന്നതിനാൽ പീരങ്കി ഉപയോഗിച്ചുള്ള വെടിവെപ്പ് കുറവായിരുന്നു. The fighting was slowing down. പോരാട്ടം മന്ദഗതിയിലായിരുന്നു. Question I. Why does Spillman say that his hiding place was well chosen? തന്റെ ഒളിത്താവളം തിരഞ്ഞെടുക്കല് മികച്ചതായിരുന്നുവെന്ന് സ്പിൽമാൻ പറയുന്നത് എന്തുകൊണ്ട്? Answer. Spillman says that his hiding place was well chosen because no one searched the loft where he hid. താൻ ഒളിച്ചിരുന്ന തട്ടിൽ ആരും കയറി വരാത്തതിനാലാണ് തന്റെ ഒളിത്താവളം നന്നായി തിരഞ്ഞെടുത്ത ഒന്നായിരുന്നുവെന്ന് സ്പിൽമാൻ പറയുന്നത്. Question J. What do you think of Spillman's advice to the German officer? ജർമ്മൻ ഉദ്യോഗസ്ഥന് സ്പിൽമാൻ നൽകിയ ഉപദേശത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? Answer. It was a kind and thankful gesture. അത് ഒരു ദയയും നന്ദിയും കാണിക്കുന്നതിന്റെ സൂചനയായിരുന്നു. He wanted to help the officer if he could, to show his gratitude.
നന്ദി പ്രകടിപ്പിക്കാനായി തനിക്ക് കഴിയുമെങ്കിൽ ഓഫീസറെ തിരികെ സഹായിക്കാൻ അയാൾ ആഗ്രഹിച്ചു. Question K. What sounds did Spillman hear from the attic? മച്ചിൽ നിന്ന് സ്പിൽമാൻ എന്തെല്ലാം ശബ്ദങ്ങളാണ് കേട്ടത്? Answer. He heard stormy wind, rustling of rats and mice, soldiers' footsteps, gunfire, and later, the radio announcement of Warsaw's liberation. കൊടുങ്കാടിന്റെ ശബ്ദം, എലികളുടെ ശബ്ദം, സൈനികരുടെ കാലടിയൊച്ച, വെടിവെപ്പ്, പിന്നീട് വാർസോയുടെ മോചനത്തെക്കുറിച്ചുള്ള റേഡിയോ പ്രഖ്യാപനം എന്നിവ അയാൾ കേട്ടു. Question L. Why does Spillman say that he had to be alone if he wanted to live? അതിജീവിക്കണമെങ്കിൽ തനിച്ചായിരിക്കണമെന്ന് സ്പിൽമാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? Answer. Spillman had to stay alone to survive. അതിജീവിക്കാൻ സ്പിൽമാൻ തനിച്ചായിരിക്കണമായിരുന്നു. If anyone saw him, he could be captured or killed. ആരെങ്കിലും അയാളെ കണ്ടാൽ അയാളെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യാമായിരുന്നു. Question M. What were the radio announcements about? റേഡിയോ അനൗൺസ്മെന്റ് എന്തിനെക്കുറിച്ചായിരുന്നു? Answer. They said that Germany was defeated and Warsaw was free. It was the end of the war. ജർമ്മനി പരാജയപ്പെട്ടുവെന്നും വാർസോ സ്വതന്ത്രമായെന്നും യുദ്ധം അവസാനിച്ചുവെന്നുമായിരുന്നു റേഡിയോയിലൂടെ അറിയിച്ചത്. N. How does Spillman survive the freezing cold? മരവിപ്പിക്കുന്ന തണുപ്പിൽ നിന്ന് സ്പിൽമാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? Answer. The officer gave him a German military coat and an eiderdown to stay warm. ചൂട് നിലനിർത്താൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഒരു ജർമ്മൻ സൈനിക കോട്ടും ഒരു ഈഡർഡൗണും നൽകിയിരുന്നു. Question O. What information did Spillman hope to gather? ആ വഴി പോയ സ്ത്രീയിൽ നിന്നും എന്ത് വിവരമാണ് സ്പിൽമാൻ അറിയാനാഗ്രഹിച്ചത്? Answer. He wanted to know if the city was truly free and who the soldiers outside were. നഗരം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണോ എന്നും പുറത്തുള്ള സൈനികർ ഏത് രാജ്യക്കാരാണെന്നുമറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. Question P. Why does the woman cry out when she sees Spillman? സ്പിൽമാനെ കണ്ടപ്പോൾ ആ സ്ത്രീ എന്തിനാണ് നിലവിളിക്കുന്നത്? Answer. The woman cried out because she mistook Spillman for a German soldier due to his military coat. ജർമ്മന് സൈനിക കോട്ടിട്ട സ്പിൽമാന് ഒരു ജർമ്മൻ പട്ടാളക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചതിനാൽ ആ സ്ത്രീ നിലവിളിച്ചു. Question Q. What is the absurd situation Spillman found himself in? സ്പിൽമാൻ ഏത് പരിഹാസ്യമായ സാഹചര്യത്തിലാണകപ്പെട്ടത്? Answer. Spillman survived years of war. വർഷങ്ങള് നീണ്ട യുദ്ധത്തെ സ്പിൽമാൻ അതിജീവിച്ചു. But after Warsaw was liberated, he was nearly killed by Polish soldiers, a truly absurd situation. എന്നാൽ വാർസോ മോചിപ്പിക്കപ്പെട്ടതിനുശേഷം പോളിഷ് പട്ടാളക്കാർ അദ്ദേഹത്തെ കൊല്ലാൻ തുനിഞ്ഞു. ഇതാണ് സ്പിൽമാൻ അകപ്പെട്ട സാഹചര്യം. Let's rewind. Question 1. Why does the German officer help Spillman and save his life? ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതുമെന്തുകൊണ്ടാണ്? Answer. The officer feels sympathy for Spillman and is moved by his piano playing. ഓഫീസർക്ക് സ്പിൽമാനോട് സഹതാപം തോന്നുകയും അദ്ദേഹത്തിന്റെ പിയാനോ വായന കേട്ട് വികാരഭരിതനാകുകയും ചെയ്യുന്നു. He is also ashamed of what his country has done and wants to do something good. തന്റെ രാജ്യം ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹം ലജ്ജിക്കുകയും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. Question 2. How does Spillman maintain hope in extreme hardship and danger? അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകളിലും അപകടങ്ങളിലും സ്പിൽമാൻ എങ്ങനെയാണ് പ്രതീക്ഷ നിലനിർത്തുന്നത്? Answer. He keeps thinking about survival and believes the war will end soon. അദ്ദേഹം അതിജീവനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. Small acts of kindness and the memory of better times help him stay strong. തന്റെ ജീവിതത്തിലെ ചെറിയ ദയാപ്രവൃത്തികളും നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹത്തെ ശക്തനായി നിർത്താൻ സഹായിക്കുന്നു. Question 3. Why was Spillman afraid of being killed by Polish soldiers, his own countrymen? സ്വന്തം നാട്ടുകാരായ പോളിഷ് പട്ടാളക്കാരാല് താന് കൊല്ലപ്പെടുമെന്ന് സ്പിൽമാൻ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? Answer. He was wearing a German coat, and they thought he was a German. അദ്ദേഹം ഒരു ജർമ്മൻ കോട്ട് ധരിച്ചിരുന്നതിനാല് അവർ അദ്ദേഹത്തെ ഒരു ജർമ്മൻകാരനാണെന്നാണ് കരുതിയത്. They didn't recognize him as Polish at first. തുടക്കത്തില് അവർ അദ്ദേഹത്തെ പോളിഷായി തിരിച്ചറിഞ്ഞിരുന്നില്ല. Question 4. How do luck, chance and human kindness help Spillman to survive? എങ്ങനെയാണ് ഭാഗ്യം, അവസരമല്ലെങ്കില് വിധി, ദയാവായ്പ് എന്നിവ സ്പിൽമാനെ അതിജീവിക്കാൻ സഹായിക്കുന്നത്? Answer.
He is lucky to meet a kind German officer. ദയാലുവായ ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. Chance keeps him hidden safely. വിധി അല്ലെങ്കിൽ ആകസ്മികത അദ്ദേഹത്തെ സുരക്ഷിതമായി ഒളിച്ചുകഴിയാന് സഹായിച്ചു. And kindness gives him food and hope. ദയ കാരണം ഓഫീസർ അദ്ദേഹത്തിന് ഭക്ഷണവും പ്രതീക്ഷയും എത്തിച്ചു നൽകി. Or, luck, chance, and human kindness helped Spillman by securing him food, shelter, and eventually freedom. ഇവ മൂന്നും സ്പിൽമാന് ഭക്ഷണവും പാർപ്പിടവും ഒടുവിൽ സ്വാതന്ത്ര്യവും ഉറപ്പാക്കി സഹായിച്ചു. Question 5. Was it risky for the German officer to help Spillman? Why? ജർമ്മൻ ഉദ്യോഗസ്ഥൻ സ്പിൽമാനെ സഹായിക്കുന്നത് അപകടകരമായിരുന്നോ? എന്തുകൊണ്ടാണങ്ങനെ കരുതുന്നത്? Answer. Yes, it was very risky. If other soldiers found out, he could have been punished or even killed for helping a Jew. അതെ, അത് വളരെ അപകടകരമായിരുന്നു. മറ്റ് സൈനികർ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു ജൂതനെ സഹായിച്ചതിന് അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ കൊല്ലുകയോ ചെയ്യാമായിരുന്നു. Question 6. Why is Spillman's memoir classified as survivor testimony? സ്പിൽമാന്റെ ഓർമ്മക്കുറിപ്പ് അതിജീവിച്ചയാളുടെ സാക്ഷ്യം എന്ന് തരംതിരിക്കുന്നത് എന്തുകൊണ്ട്? How, in your opinion, does survivor testimony enrich history and literature and enhance our understanding of the world? നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിജീവിച്ചയാളുടെ സാക്ഷ്യം ചരിത്രത്തെയും സാഹിത്യത്തെയും എങ്ങനെ സമ്പന്നമാക്കുകയും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു? Answer. Spillman's memoir is a survivor testimony, offering a first-hand account of war. യുദ്ധത്തിന്റെ നേരിട്ടുള്ള വിവരണം നൽകുന്ന സ്പിൽമാന്റെ ഓർമ്മക്കുറിപ്പ് ഒരു അതിജീവിച്ചയാളുടെ സാക്ഷ്യമാണ്. These testimonies enrich history and literature with real experiences. ഈ സാക്ഷ്യങ്ങൾ ചരിത്രത്തെയും സാഹിത്യത്തെയും യഥാർത്ഥ അനുഭവങ്ങളാൽ സമ്പന്നമാക്കുന്നു. Question 7. In the entry to this passage, you would have come across the expression en masse. What do you think it means in the context? ഈ ടെക്സ്റ്റില് നിങ്ങൾ കൂട്ടമായി എന്ന പ്രയോഗം കാണുമായിരുന്നു. പ്രസ്തുത സന്ദർഭത്തിൽ അതിന്റെ അർത്ഥമെന്താണ്? Answer. En masse means in large numbers or as a group. ഓൺ മാസ് എന്നാൽ ധാരാളമെന്നോ കൂട്ടത്തോടെ എന്നോ ആണ്. It refers to how people or soldiers move as a large crowd. ആളുകളോ സൈനികരോ ഒരു വലിയ ജനക്കൂട്ടമായി എങ്ങനെ നീങ്ങുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. Question 8. Does the expression en masse remind you of a similar phrase you came across in class 9? ഓൺ മാസ് എന്ന പ്രയോഗം 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സമാനമായ ഒരു വാക്കിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? Answer. Yes, we have come across phrases like en route, which is also of French origin and used similarly in English. അതെ, ഓൺ റൂട്ട് എന്ന പദം നാം കണ്ടിട്ടുണ്ട്. അതും ഫ്രഞ്ച് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതും ഇംഗ്ലീഷിൽ സമാനമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതുമാണ്. Question 9. How are these expressions different from other commonly used phrases in English? ഇംഗ്ലീഷിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് പദപ്രയോഗങ്ങളിൽ നിന്ന് ഈ പദപ്രയോഗങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? Answer. These phrases come from French but are commonly used in English. ഈ പദപ്രയോഗങ്ങൾ ഫ്രഞ്ചിൽ നിന്നാണ് വന്നതെങ്കിലും ഇംഗ്ലീഷില് സാധാരണയായി ഉപയോഗിക്കുന്നവയാണ്. They usually describe group actions and sound formal and exact. അവ സാധാരണയായി കൂട്ടായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുകയും ഔപചാരികതയും കൃത്യതയും നൽകുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.